Any officer set over me, even to the peril of my life. I'm an Any officer set over me. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ഒരു മോശം സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. ഏതായാലും നിങ്ങൾ മാക്സിമം ദൈവങ്ങളെല്ലാം വിളിച്ച് പിടിച്ചിരിക്കുക. ഓക്കെ. ഇവിടെ ആർക്കെങ്കിലും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കുമോ? ഇപ്പോൾ 1 2 3 എനിക്കിന്ന് എന്തായാലും ഭാഗ്യമുണ്ട്. ചിലയിടത്ത് എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും പൊക്കൂല. നമ്മളെന്തിനാണ് അത് ഏജ് ഓവർ ആയിപ്പോയി, അല്ലാതെ നോക്കാമായിരുന്നു. പലയിടത്തും ചെന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും കൈപ്പൊക്കില്ല. നമ്മളവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണ്? സിവിൽ സർവീസിനെ പറ്റി മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് അത് എൻ്റെ മോട്ടിവേഷൻ പോകുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. ശരി, ഇവിടെ കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഓക്കെ, നമുക്ക് ബോറടിക്കുന്ന സമയമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആരെങ്കിലും ഇന്നത്തെ പത്രം വായിച്ചോ? ഇല്ലേ? സമയം കിട്ടാത്തതുകൊണ്ടാണോ? ഇന്നലത്തെ പത്രം വായിച്ചോ? അതും വായിച്ചില്ലേ? അവസാനമായിട്ട് പത്രം വായിച്ചത് എപ്പോഴാ? കഴിഞ്ഞ വർഷം. ശരി, ഈ പത്രം വായനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചോദിക്കാം. സിനിമയൊക്കെ കാണാറുണ്ടോ? അതെല്ലാവരും കാണുന്നുണ്ട് അല്ലേ? ഇപ്പം അവസാനം ഇറങ്ങിയ സിനിമയും കണ്ടു കാണുമല്ലോ. എന്തൊരു ശുഷ്കാന്തി! അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ഞാനൊരു ഹിന്ദി സിനിമയുടെ പേര് പറയാം. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. 12th ഫെയിൽ എന്നാണ് ആ സിനിമയുടെ പേര്. കണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടല്ലോ. ആശ്വാസം. ഈ 12th ഫെയിൽ എന്തിനെ പറ്റിയായിരുന്നു? സിവിൽ സർവീസ് എക്സാമിനെ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ വിഷയം, സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 1-2 മിത്സൊക്കെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. പൊതുവിൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, സിവിൽ സർവീസുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട ബുജി അല്ലേ? റാങ്ക് ഹോൾഡേഴ്സ്, പരീക്ഷയിൽ എല്ലായിടത്തും ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഒക്കെയാണെന്നൊരു തെറ്റിദ്ധാരണയില്ലേ? ഉണ്ട്. പിന്നെ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ മമ്മൂട്ടി ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയോ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ജോസഫ് അലക്സ് ആണ് IPS എന്ന്. എല്ലാവരും അത് കണ്ട് ഇൻസ്പയർഡ് ആയ ഒരു ജനറേഷനും അല്ല. നമ്മളൊക്കെ അതായിരുന്നു. നിങ്ങളൊക്കെ മില്ലനിയൽസ് ആയതുകൊണ്ട് അതുമല്ല. ശരി, നമ്മളിപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു IPS കാരനെ കണ്ടു കഴിഞ്ഞു. അതൊന്നും അല്ല IPS, അത് നമ്മൾ കണ്ടതാണ് IPS. ശരി, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് എക്സാം എഴുതാൻ ഒരു ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആവശ്യമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന, പേരെടുക്കാൻ പറ്റില്ല കാരണം വ്യക്തിഹത്യ ആയിപ്പോവും. പലർക്കും തന്നെ എല്ലാവരും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ്. ചിലർ നമ്മുടെ രാജനാരായണ സ്വാമി സാറിനെയൊക്കെ പോലെ സൂപ്പർ ബ്രില്യൻ്റ് കാണും. അവരവിടെ നിൽക്കട്ടെ, അവർക്ക് ഒരു റാങ്ക് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മുടെ റാങ്ക് പോരെ. അപ്പം ഒരു ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ആവശ്യം എന്ന് പറയുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഇത്രയും ധാരാളം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോളൂ. ഒരു ആവറേജ് ടു എബോവ് ആവറേജ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൈ പൊക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങളും ഇതിന് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഭയങ്കര അടിപൊളി ലാംഗ്വേജ് ഒക്കെ ഉള്ളവരാണെന്നുള്ളത് അല്ലേ? മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പ്രസംഗിക്കും, പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എഴുതും. ഇതെല്ലാം തെറ്റിദ്ധാരണ അല്ല. പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എഴുതുകയും മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് ഒരു നിർബന്ധവും ഇല്ല. പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പല വേദികളിൽ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്ററായി വരുന്നത്. ഇപ്പം ഞാൻ സർവീസിൽ കയറിയിട്ട് 12 വർഷമായി. ഞാൻ ആദ്യം കയറുന്ന സമയത്ത് സംസാരിക്കുന്ന പോലെയല്ല ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ പല വേദികൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ ഉള്ളിലുള്ള ഫിയർ ഞാൻ ഓവർകം ചെയ്യാനുള്ള എഫേർട്സ് ഒരുപാട് എനിക്ക് കിട്ടി. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എക്സലൻറ്റ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഇതിന് ആവശ്യമല്ല. പക്ഷേ പൊട്ടത്തെറ്റെഴുതണം എന്നല്ല ഞാൻ ഉപദേശിക്കുന്നത്. നമുക്ക് തെറ്റില്ലാതെ
വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ, അത് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ. സിവിൽ സർവീസ് എക്സാം മലയാളത്തിലും എഴുതാം, ഇന്ത്യയിലുള്ള പല ലാംഗ്വേജസിലും എഴുതാം. 22 ഷെഡ്യൂൾ ലാംഗ്വേജ് ഉണ്ട്. അതിൽ എല്ലാത്തിലും ഈ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയിൽ അപ്പുറത്തോട്ട് ഇവിടെ ആരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് പരീക്ഷ എഴുതാനുള്ള ബേസിക് ലാംഗ്വേജ് സ്കിൽസ് വേണം. തെറ്റില്ലാതെ അവനവൻ പറയുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇസ്, വാസ്, ഹാവ്, ഹാസ് ഒക്കെ ഒന്ന് ശരിയാക്കിയാൽ മാത്രം മതി. ആളുകൾക്ക് നിങ്ങൾ പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്നും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതിയാൽ മാത്രം മതി. അല്ലാതെ വളരെ ഒരു ഹൈ ലെവൽ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഇതിൽ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും ഉണ്ട്, എനിക്ക് എല്ലാം കൂടിപ്പോയി എന്നൊന്നും ആരും വിചാരിക്കില്ല. ഇതിൽ നല്ല ലെവൽ ഓഫ് ഇൻ്റലിജൻസും നല്ല ലെവൽ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്കിൽസും ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ എഫർട്ട് അതിനനുസരിച്ച് കുറയും. ഇത് രണ്ടും തീരെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പലരുടെ ഏജ് എനിക്ക് കണ്ടിട്ട് 18+ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കോഴ്സിൻ്റെ ഇതെന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയും ടൈമുണ്ട്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല, തീരെ ഇല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇനിയും ടൈമുണ്ട്. ഇന്ന് മുതൽ തുടങ്ങും. ഞാൻ നേരത്തെ പത്രം വായിച്ചോ എന്ന് ചോദിച്ചു. ഇവിടെ ആരും വായിച്ച ലക്ഷണമില്ല. ഈ പത്രം വായന ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് വിട്. നിങ്ങളെല്ലാവരും എന്താണോ ആസ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം കറണ്ട് അഫയേഴ്സ് ഒന്നും അറിയില്ല, ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഏത് ജോലിയിലാണ് ആവശ്യം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ലെവലിലുള്ള ജോലികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പത്രം വായനയോട് വിരോധമുള്ള ആൾക്കാർ ഇനി നല്ല രീതിയിലുള്ളൊരു കരിയർ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പത്രം വായിച്ച് തുടങ്ങുക. അത് ഇതുവരെ വായിച്ചിട്ടില്ല, ശരി ഇന്നത്തെ പത്രവും പോട്ടെ, നാളെ രാവിലെ മുതൽ തുടങ്ങുക. പക്ഷേ ഈ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടിട്ട് പോകരുത്. ഓക്കെ, ലാംഗ്വേജിൻ്റെ കാര്യത്തിലും അത് തന്നെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് വെച്ചോ, അല്ലെങ്കിൽ പണ്ട് ഇവിടെ എല്ലാവരും 12ാം ക്ലാസ് വരെ പഠിച്ചല്ലോ, അതുവരെ പഠിച്ച ഇംഗ്ലീഷിൻ്റെ പഴയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചൊന്ന് വായിക്കുക, പത്രം വായിക്കുക, അതുപോലെ ന്യൂസ് കേൾക്കുക, ന്യൂസിൽ വരുന്ന ന്യൂസ് അവർ ഡിബേറ്റ്സ് കേൾക്കുക, റേഡിയോ കേൾക്കുക. ഇതുപോലെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. ഇതിലെല്ലാത്തിലും കൂടി നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട ഒരു ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല, ഇൻ്റലിജൻസും വേണ്ട, ഒന്നും വേണ്ട, അപ്പോൾ ഇനി ഒന്നും ഇല്ലാതെ എഴുതാം എന്നാണോ? അല്ല. നമുക്ക് വേണ്ട ഒന്നാമത്തെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്കും ഇനി ഇതിൽ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ പഠിക്കാമെന്ന് പറയുമ്പോൾ സിവിൽ സർവീസിന് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഹിസ്റ്ററി പഠിക്കുന്നു, പോളിറ്റി പഠിക്കുന്നു, ജോഗ്രഫി പഠിക്കുന്നു, പലതും പഠിക്കുന്നു. നമുക്കിതൊക്കെ പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാതെ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ പരീക്ഷ എഴുതാൻ ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഇതൊക്കെ ഇരുന്നൊന്ന് വായിക്കാനും ഓർത്തെടുക്കാനും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ പരീക്ഷ എഴുതാം. ഞാനിപ്പോൾ ഈ പരീക്ഷയിൽ വായിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരോടും ചോദിച്ചാൽ അവരൊരു കാര്യം പറയും. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വായിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കാന്ന് പറയും. അപ്പോൾ അതായത് നിങ്ങളൊക്കെ പോയി കോളേജിൽ പഠിക്കുന്നവർ 6ാം ക്ലാസ്സിലെ പുസ്തകം പോയി വായിക്കണമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് അതാണ്. NCERTs ഒരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. 12ാം ക്ലാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാരാണെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള അവരുടെ ടെക്സ്റ്റ് ബുക്കും വളരെ യൂസ്ഫുള്ളാണ്. ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് വെച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബേസിക്സ് നല്ല തറവാകും. ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി ഇതെല്ലാം സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ചോദിക്കുന്നത്.